പതുക്കെ ശ്വാസകത്തേക്ക് എടുക്കുക. ഇൻഹേൽ. ഇനി പുറത്തേക്ക്. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. Inhale. Exhale. ഈ അലങ്കാരങ്ങളൊന്നും അത്ര പ്രധാനമല്ല രവി. മറിച്ച് പ്രധാനമായി നിനക്ക് വേണ്ടത് ക്ഷമയാണ്. ഇവിടെ നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നീ രവിചന്ദ്രവർമ്മനാണ്. The one and only രവിചന്ദ്രവർമ്മൻ. യെസ്. ഇത് തന്നെയാണ് നിന്റെ കുഴപ്പം രവി. നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ശ്രീലക്ഷ്മി വന്ന ഈ ഫ്ലവർ വൈസ് എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവോ? ഇല്ലല്ലോ. ഇതൊന്നും അവക്ക് പ്രധാനമേ അല്ല ഒട്ടും. മറിച്ച് ഇന്ന് നീ എന്താണ് പറയാൻ പോകുന്നത്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതാണ് ഇന്നേ ദിവസം നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതം നിർണയിക്കുന്നത്. സോ ബി കാം and be confident because you are Ravichandra-Varman, the one and only Ravichandra-Varman. Just remember that. Yes. ഇരുന്നോളൂ. അവിടെ തന്നെ ഇരുന്നോളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. Come on.
ഇന്ന് എന്തിനായിരിക്കും സാർ എന്നെ വിളിപ്പിച്ചത്? മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാനായിരിക്കോ, അതോ വേറെന്തെങ്കിലും കാര്യവും? അല്ലെങ്കിൽ വേണ്ട ശ്രീ, വേണ്ട വേണ്ട, മനസ്സിൽ ഒരു പ്രതീക്ഷയും വെക്കരുത് നീ. കാരണം നീ എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് അവിടെ ചെല്ലുമ്പോ സാറ് വേറെന്തെങ്കിലുമാണ് പറയുന്നെങ്കിൽ നിനക്ക് തീർത്ത തീരാത്ത സങ്കടാവും. അതുകൊണ്ട് മിണ്ടാതെ പോയി എന്താ പറയുന്നെന്ന് വെച്ചാ കേട്ടിട്ട് വാ, അത്ര തന്നെ. നീ എവിടെ പോയതാ? പാല് വാങ്ങാൻ പോയതാ. ആ ശ്രീയേച്ചി, ഇതെവിടെ ഈ ഡ്രസ്? സൂപ്പർ ആയിരിക്കുന്നല്ലോ. ചേച്ചി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ യൂട്യൂബിലൊക്കെ കാണാറില്ലേ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ കല്യാണ പെണ്ണ്? ശ്രീയേച്ചി കാണാൻ ഇപ്പൊ അതുപോലെ ആയിരിക്കുന്നേ. ഏയ് അങ്ങനൊന്നുമില്ല ദേവു, ഇതെന്റെ മായേച്ചി എനിക്ക് പ്രസന്റ് ആയിട്ട് തന്നതാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ചേച്ചി രാവിലെ ഇതെങ്ങോട്ടാ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓഫീസൊന്നും ഇല്ലല്ലോ. കോർപ്പറേറ്റ് ഓഫീസ് ജോലി ആവുമ്പോ ഞായറാഴ്ച അവധി വേണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല ദേവു. ഒരു ടാസ്ക് തന്നാ ഏത് ദിവസമായാലും തീർത്തേ പറ്റൂ. അത് ശരിയാ. പക്ഷെ ചേച്ചി നോക്കിക്കോ, നാളെ എനിക്കാണ് ഈ ജോലി കിട്ടുന്നെങ്കിൽ ഞാൻ പറയും ഞായറാഴ്ച വരാൻ പറ്റില്ലാന്ന്. അപ്പൊ അവര് പറയും മോള് വീട്ടിലിരുന്നോ, ഇങ്ങോട്ട് വരണ്ടാന്ന്. അത്രേ ഉള്ളൂ. ശരി ചേച്ചി. അല്ല ദേവു, നീ നേരത്തെ എന്താ പറഞ്ഞേ? എന്ത്? അല്ല, ഈ ഡ്രസ്സിനെ പറ്റി. ഓ, അത് കല്യാണ പെണ്ണിനെ പോലെ ഇരിക്കുന്നുവെന്നാ. ഇനി കുറച്ച് പൂവും കൂടി വെച്ച നല്ല സൂപ്പർ ആയിരിക്കും. ആണല്ലേ? ആ, താങ്ക് യു. സുരേഷേട്ടാ, സുരേഷേട്ടാ, ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്നിട്ട് ഇവിടെന്താ ഏതോ പിക്നിക്കിന് പോവാണല്ലോ. ആദ്യം രവിവർമ്മൻ കാർ അയച്ചു കൊടുത്തിട്ട് ആ മന്ദബുദ്ധി സുദർശനാണെങ്കിൽ ഇതൊന്നും കാണുന്നുമില്ല. പക്ഷേ നമ്മളിതങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പാടില്ല. നേരെ പുറകെ അങ്ങ് വിട്ടുപിടിച്ചാലോ? പപ്പി, ചായ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുക്ക്. എനിക്കൊന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ളതാ. അതിനിപ്പോ വന്ന് കേറിയല്ലേ ഉള്ളൂ, അതിനിടയിൽ ഇനി എവിടെയാ പോകുന്നത്? ആ ശ്രീലക്ഷ്മി പെണ്ണ് ഒരുങ്ങിച്ചമഞ്ഞ് രവിവർമ്മന്റെ കാറിൽ കയറി പോകുന്നത് കണ്ടു. അതിലെന്തോ ഒരു വശവശ കളിയുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞാലേ. അയ്യോ ചേട്ടാ, അത് ഞാനും അങ്ങോട്ട് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ആ ഡ്രൈവർ എന്തോ ഒരു കത്ത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നീട് ചോദിച്ചപ്പോ ഡ്രൈവർ പറഞ്ഞത് അവളെ വിളിച്ചോണ്ട് ചെല്ലാൻ രവിവർമ്മൻ പറഞ്ഞയച്ചതാണെന്നാ. അവള് പോകുന്നത് പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു പപ്പി, ഞാൻ കണ്ടു. ഈ ഞായറാഴ്ചയില് ഒരു പിക്നിക് മൂഡിലായിരുന്നു അവളുടെ ഒരു പോക്ക്. അത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. എന്ത് സംഭവിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഖത്തോട് മുഖം നോക്കിയിരുന്ന ഓരോന്ന് പറയാം, അത്ര തന്നെ. അത്രയൊന്നും അല്ല പപ്പി. നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിയാല് എന്താണ് ഈ പോക്കിന്റെ രഹസ്യമെന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനു മുമ്പ് അറിയേണ്ടത് അവര് രണ്ടാളും കൂടി മീറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ഓഫീസിലാണോ മറ്റെവിടെയെങ്കിലും ആണോ എന്ന് സ്പോട്ട് ചെയ്തിട്ട് വേണം ഈ മൊബൈലിലൊരു ടേക്ക് എടുത്ത് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ.
ഓഫീസിലുണ്ടോന്ന് അറിയാൻ ആ സാന്ദ്ര മേഡത്തിനെ വിളിച്ച് ചോദിച്ചാ പോരെ? കറക്റ്റ്. ഞാൻ ഇപ്പോഴത് ആലോചിച്ചതേ ഉള്ളൂ. നീ ചായ എടുക്ക്, ഞാൻ ആ സ്ത്രീയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. Mr. Gilbert, good morning. I'm in the office. Can you drop in? Okay, thanks. Hello. ഹലോ സാൻഡ്ര മാഡം, നമസ്കാരം. ത്രിവിക്രമനാണ്. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ വിശേഷിച്ച്? ഒരു ചെറിയ വിശേഷമുണ്ട് സാൻഡ്ര മാഡം. അതൊന്ന് ക്ലിയർ ആക്കാനാ ഞാനിപ്പോ വിളിച്ചത്. അല്ല, ഇന്ന് ഞായറാഴ്ചയായിട്ടും നിങ്ങളുടെ ഓഫീസ് മാത്രം വർക്കിംഗ് ആണല്ലേ? അല്ലല്ലോ, ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ്. സ്റ്റാഫുകൾ ആരും വരേണ്ട കാര്യമില്ല. പിന്നെ ചില പ്രത്യേക ടാസ്കുകൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഓഫീസിൽ വന്നില്ലേ, ഞങ്ങളുടെ ഇറ്റാലിയൻ കൗണ്ടർ പാർട്സിലുള്ള 1-2 പേരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ ഫാക്ടറി വിസിറ്റിംഗ്. അല്ല, എന്താ ഇങ്ങനെ വിളിച്ചന്വേഷിക്കാനുള്ള കാര്യം? കാര്യമുണ്ട്. രാവിലെ മിസ്റ്റർ രവിവർമ്മന്റെ കാറ് നമ്മുടെ കോളേജിൽ വന്നിരുന്നു. മാഡം ശ്രീലക്ഷ്മി ഇവിടുന്ന് കൊണ്ടുപോവാൻ. വാട്ട്? രവിവർമ്മൻ സാറിന്റെ കാറോ? എന്തിന്? അത് രവിവർമ്മനോട് തന്നെ ചോദിക്കണം മാഡം. ചിലപ്പോ വല്ല ഓഫീസ് ആവശ്യത്തിനും ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കാനും ആവാം. അങ്ങേരുടെ അമ്മയും ഇടയ്ക്കിടെ ഇവിടെ വരാറുള്ളതാണല്ലോ. പക്ഷേ ആ വീട്ടിൽ അമ്മയൊന്നുമില്ല. അവരെല്ലാം ഇവിടെ അടുത്തുള്ള ഗസ്റ്റ് ഹൌസിലാണ്. അയ്യോ, അതൊന്നും നമുക്കറിഞ്ഞൂടെ. ഞാനൊരു കാര്യം നേരിട്ട് കണ്ടു, മാഡത്തിനെ വിളിച്ചു പറഞ്ഞു. പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിച്ചേക്ക്. ഇങ്ങനെ കാറയച്ചുള്ള വരവും പോക്കുവാണെങ്കിൽ നാളെ സാൻഡ്ര മാഡത്തിന്റെ സീറ്റ് ശ്രീലക്ഷ്മി പെണ്ണ് കയറിയിരുന്നെങ്കിൽ നിരങ്ങും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഫോൺ വയ്ക്കുക. Hey Sandra, what's happening? ചായ. എന്താ ചേട്ടാ, അവരെവിടെ പോയതെന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഇതുവരെ ഇല്ലടി, പക്ഷെ കിട്ടുമെന്ന് ഉറപ്പാ. അതിനാവശ്യമുള്ള മരുന്ന് ഞാൻ ആ സ്ത്രീയുടെ മനസ്സിലേക്ക് കോരിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തുണ്ടോ തരുമ്പോ അവരെനിക്ക് ഇട്ടുതരും. നമ്മളൊരല്പം ക്ഷമിച്ചാ മതി. വേവും വരെയും കാക്കാമെങ്കിൽ 6 വരെയും കാക്കണം. അത്രേ ഉള്ളൂ. താൻ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ, ഐ മീൻ താൻ എന്റെ നാവിൽ നിന്ന് എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് പറയാനുള്ള സമയം അടുത്തെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ രവിചന്ദ്രവർമ്മന്റെ കഥ. രവിചന്ദ്രവർമ്മന്റെ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ഒരു ദിവസം കാത്തിരിക്കാൻ, ഒരേ ഒരു ദിവസം മാത്രം.
ഞായറാഴ്ചയല്ലെങ്കിലും അടുക്കള ജോലിക്ക് അവളൊരു സഹായമായിരുന്നു. ഇന്നിപ്പോ ഓഫീസിൽ പോയത് കാരണം അതുമില്ല. ആ മായയാണെങ്കി ദാ വരുന്നു കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ഒറ്റ പോക്ക. പിന്നെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വേറെ ആരാ ഇവിടെ ഇപ്പൊ എന്നെ സഹായിക്കാൻ? അല്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും പറഞ്ഞിട്ട് വല്ല കുലുക്കൊണ്ടോ നോക്ക്. മനുഷ്യ, ഇടയ്ക്കെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചൊന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല കേട്ടോ. കടയിലെ കണക്ക് നോക്കാൻ തുടങ്ങിയ പിന്നെ ഇങ്ങേർക്ക് ഭ്രാന്ത. ഓ, മോള് ഞായറാഴ്ച ജോലിക്ക് പോയതിന്റെ ദേഷ്യായിരിക്കും പേനയോട് കാണിക്കുന്നത്. നീ പറഞ്ഞതിൽ കുറച്ച് സത്യമുണ്ട്. മോളിന്ന് ഓഫീസിലേക്ക് പോയത് സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ പിന്നെ തലമുറ തമ്മിലുള്ള വ്യത്യാസമല്ലേ. നമ്മൾ പറയണത് അവർക്കങ്ങ് പിടിക്കണമെന്നില്ല. അതിനിപ്പം വേണ്ടത് അവൾക്കൊപ്പം പ്രായമുള്ള, അവളോട് അടുപ്പവും അവകാശവും അധികാരവും ഉള്ള ഒരാളാണ്. അവളുടെ ഭർത്താവ് തന്നെ. നീ എന്തു പറയുന്നു? അല്ല സരോജം, ഞാൻ ഇതിനു മുമ്പ് എന്റെ ഒരു പരിചയക്കാരനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? നീ ഒന്നും പറഞ്ഞതേ ഇല്ല. ആ, അത് കൊള്ളാം. നിങ്ങളുടെ പരിചയക്കാരനെ പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ലല്ലോ. എടി, ഈ വിഷയം നിന്നോട് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നല്ലേ. എനിക്കൊരു പരിചയക്കാരന്റെ മകനുണ്ട്, സ്ത്രീക്ക് ആ പയ്യനെ ആലോചിക്കാമെന്ന്. അക്കാര്യം ഞാൻ ചോദിച്ചത്. ആ, ശരി ശരി. ആ പയ്യന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം സായി തുടങ്ങുന്നതാണെങ്കിൽ നമുക്ക് ആലോചിച്ച് കളയാം. അല്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് പറ്റുന്ന കേസായിരിക്കില്ല. ഓ, നിനക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ? രാവിലെ തന്നെ സായി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ദൈവദോഷം പറയരുത്. സായ് എന്ന അക്ഷരത്തിന് പേരുള്ള പയ്യൻ സ്ത്രീയെ കല്യാണം കഴിച്ച അവൾക്ക് മഹാഭാഗ്യം വരുമെന്നാ ഈശ്വരിയമ്മ പറഞ്ഞത്. അത് മറക്കരുത് നിങ്ങള്. എടി, ഈശ്വരിയമ്മ പറയരുത് നീ നേരെ ചോദ്യം മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കണത്? അവര് ചക്കെന്ന് പറഞ്ഞാൽ നീ ചുക്കെന്ന് കേൾക്കുള്ളൂ. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോളുടെ ഭാവി നശിപ്പിക്കാൻ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഞാൻ ഉടനെ അവളെ ഒരാളെ കൊണ്ട് കെട്ടിച്ചിരിക്കും. അത് ഉറപ്പാ. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്, ഐ മീൻ ഓഫീസിലല്ലാതെ വീട്ടിലേക്ക് തന്നെ വരാൻ പറഞ്ഞത്. അത് പിന്നെ തനിക്കറിയാലോ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ? ശ്രീലക്ഷ്മി, പ്ലീസ് ടേക്ക് ഇറ്റ്. ഈ മോതിരം തനിക്കുള്ളതാ. ഇതിലെ രത്നങ്ങൾ മാത്രമല്ല, ഈ സ്വർണം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അത് ശുദ്ധീകരിച്ച് തീയിലൊരുക്കി അത് പാകപ്പെടുത്തി എങ്ങനെ ഈ മോതിരം ഉണ്ടാക്കിയോ അതുപോലെ പരിശുദ്ധമാണ് എനിക്ക് തന്നോടുള്ള പ്രണയവും വിശ്വാസവും. എന്തെന്ന് പറയുന്നത്? ഭൂമി, സ്വർണം, തീയൊടുക്കൽ, മണ്ണാകട്ടം.
മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ വല്ലതും പറയും. എങ്ങനെ? അതല്ലേ ഇവിടെ എന്താ പ്രശ്നം? ഹലോ സർ, ഗുഡ് മോർണിംഗ്.